ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ ഇൻട്രാഡേ സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. ഇതിലെങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാം, എങ്ങനെ എൻട്രി എടുക്കാം, അതുപോലെ ഇതിൻ്റെ ഐഡിയ എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇത് HDFC ബാങ്കിൻ്റെ ട്രേഡിംഗ് വ്യൂയിലുള്ളൊരു ചാർട്ടാണ് 5 മിനിറ്റ്സിൻ്റെ. ഇതിൽ കണ്ടില്ല നിങ്ങൾ, റെസിസ്റ്റൻസ് 1ൻ്റെ മുകളിലാണ് ഇപ്പോൾ എന്താണ് HDFC ബാങ്കിൻ്റെ പ്രൈസ്. ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രിക്ക് ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി കൂടി നോക്കുക. ഓക്കെ, HDFC ബാങ്ക് നിഫ്റ്റിയിലുള്ളതാണല്ലോ HDFC ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റി കൂടി ഒന്ന് കൺഫേം ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയും സെയിം പോലെ ഒരു റെസിസ്റ്റൻസ് 1ൻ്റെ മുകളിലാണ് ഒരു അവിടെ നല്ല എന്താണ് റെസിസ്റ്റൻസ് 1 ഉണ്ട് 35,400 റേഞ്ചിൽ. അപ്പോൾ നമുക്ക് എന്താ ഡബിൾ കൺഫർമേഷനായി. ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻഡെക്സിലുള്ള അതിൻ്റെ പൊസിഷൻസ് കൂടി നോക്കുക ഇൻഡെക്സിൻ്റെ. അപ്പോൾ എന്താണ് നമുക്ക് ഡബിൾ കൺഫർമേഷനാണ്. അപ്പോൾ ഈസി ആയിട്ട് എന്താണ് നമുക്ക് പ്രോബബിലിറ്റി കൂടും വിൻ ചെയ്യാനുള്ള. നമ്മൾ വെറുതെ ഒരു സ്റ്റോക്ക് എടുക്കുന്നതിന് പകരം ഇങ്ങനെ നോക്കിയാൽ കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടും. ഇവിടെ നമ്മൾ HDFC ബാങ്ക് പോയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എൻ്റെ പൊസിഷനിൽ കാണാൻ ഒരു കുറച്ച് പ്രോഫിറ്റ് 20,000 അടുത്ത് പ്രോഫിറ്റ്. അത് ഇന്നലെ ഞാൻ HDFC ബാങ്കിൻ്റെ ഒരു 1360 കോൾ ഓപ്ഷൻ ബൈ ചെയ്തായിരുന്നു. കാരണം നല്ലൊരു ബ്രേക്ക് ഔട്ട് കണ്ടു, കുറേ ദിവസത്തെ കൺസോളിഡേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കണ്ടപ്പോൾ നമ്മൾ എടുത്താണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കൊടുക്കാം ഒരു 200 ക്വാണ്ടിറ്റി ഒരു HDFC ബാങ്ക് നമുക്കൊരു ചെറിയൊരു ഇൻട്രാഡേ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളാണ്. ഇതിൽ 200 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു. ലിമിറ്റ് ഓർഡറിൽ 1380.05 എന്ന പ്രൈസിന് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന് വേണ്ട മാർജിൻ എത്ര വെച്ചാൽ 55,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 200 ക്വാണ്ടിറ്റി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്ത് ലിമിറ്റ് ഓർഡറിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ മാർക്കറ്റ് 1380.05 എന്ന പ്രൈസിലേക്ക് താഴേക്ക് വരുന്നത് അപ്പം നമ്മുടെ ഓർഡർ ഹിറ്റാവും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഓർഡർ ബുക്കിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കൊടുത്ത ഓർഡർ ഓൾറെഡി എന്താണ് ഹിറ്റായിട്ടുണ്ട് അല്ലേ. പ്രൈസ് 1380 എത്തിയിട്ടില്ല. LTPയിൽ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ട്രേഡർ പ്രൈസിൽ. ഓക്കെ, ഇപ്പോൾ പൊസിഷനിലും നിങ്ങൾക്ക് കാണാം നെറ്റ് ക്വാണ്ടിറ്റി 200. അതിലിപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയ പ്രൈസും ഇപ്പോൾ ഉള്ള പ്രൈസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഐഡിയ എന്താണ് നമ്മളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പം HDFC ബാങ്കിൻ്റെ പ്രൈസ് സപ്പോർട്ട് 1ൻ്റെ മുകളിലാണ്. നമ്മൾ ടാർഗറ്റ് വെക്കാൻ പോകുന്നത് എവിടെയാണ്? സപ്പോർട്ട് 2ലാണ്, അതായത് ഓൾമോസ്റ്റ് 1390 റേഞ്ചിൽ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ആ ബ്രേക്ക് ഔട്ട് തന്ന ക്യാൻഡലിൻ്റെ താഴെ, അതായത് 1375 താഴെ 1374.95 എന്ന റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. ടാർഗറ്റ് 1390 എന്ന് കൊടുക്കാം. അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മുടെ പൊസിഷനിൽ വന്നിട്ട് നമ്മുടെ HDFC ബാങ്കിൻ്റെ നമ്മുടെ അവിടെ കാണാം. നമ്മുടെ പൊസിഷനിൽ പോയിട്ട് HDFC ബാങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ SL ലിമിറ്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റ് ചെയ്യാം. SL ലിമിറ്റ് എന്നുള്ളത് ഓർഡർ ടൈപ്പിൽ കൊടുത്തതിന് ശേഷം 1374.9 എന്ന് കൊടുക്കുക. പ്രൈസിൽ ട്രിഗർ പ്രൈസിൽ 1374.95 എന്ന് കൊടുത്തിട്ട് റിവ്യൂ ഓർഡർ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്താൽ എന്തായി? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഓർഡറായി. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എപ്പോഴാണോ മാർക്കറ്റ് 1374.95 എന്ന റേഞ്ചിലെത്തുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കട്ടായി പോകും. അതായത് 5 പോയിൻറ്റ്സ് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 10 പോയിൻറ്റ്സ് ആണ്. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം അതാണ്. എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഡബിൾ മിനിമം ടാർഗറ്റ് കിട്ടുന്നുണ്ടോയെന്ന്. ഈ ഒരു കേസിൽ അത് ഓക്കെ ആണല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇന്ത്യ വിക്സ് വളരെയധികം കൂടുതലായതുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പെട്ടെന്നുള്ള സഡൻ മൂവ്മെൻറ്റും താഴേക്കുള്ള വരവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില ക്രൈറ്റീരിയകളൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ നമുക്ക് ടാർഗറ്റ് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. തൽക്കാലം വീഡിയോ പോസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്തത് ഓൾമോസ്റ്റ് 10:30 ഇപ്പോൾ ഓൾറെഡി 12 മണി ആയിട്ടുണ്ടല്ലേ. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ HDFC ബാങ്കിൻ്റെ പ്രൈസ് 1385 റേഞ്ചിലെത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എന്താണ് സപ്പോർട്ട് 1 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൊസിഷൻസ് പെട്ടെന്ന് മാർക്കറ്റ് പ്രൈസിൽ സ്ക്വയർ ഓഫ് ചെയ്യാം. നമുക്കൊരു 5 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമ്മുടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ശരിക്കും ഞാൻ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ മിനിമം ആ ഒരു ടാർഗറ്റ് എത്താതെ ഒരിക്കലും എക്സിറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ്റെ വോളറ്റാലിറ്റി മൂലമാണ് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തത്. കണ്ടോ നിങ്ങൾ, പെട്ടെന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്യാൻഡലിൻ്റെ സൈസ് കണ്ടോ? അതിൻ്റെ സപ്പോർട്ടിൻ്റെ താഴേക്ക് ഭയങ്കരമായിട്ടൊരു വിക്കുള്ള ക്യാൻഡലാണ് വന്നത്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്കാണെങ്കിൽ എന്താണ് നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അതായത് നമുക്ക് 5 രൂപ ലോസിലേക്ക് വരും. ഇപ്പം മിനിമം എന്താണ് നമുക്ക് 5 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോർമൽ മാർക്കറ്റ് ഇന്ത്യ വിക്സ് 20 താഴെയാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നമ്മുടെ
ട്രേഡിൽ നിന്ന് നമ്മൾ ചേഞ്ചേ ചെയ്യാറില്ല. നമ്മുടെ ടാർഗറ്റ് എത്താവാതെ ഞാൻ എക്സിറ്റ് ചെയ്യാറില്ല. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരിക്കലും ചേഞ്ച് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും ഒരുപോലെയല്ല. പിന്നെ വേറെ ഒരു റീസൺ ഉണ്ട് ഇതിന്. എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത് ബാങ്ക് നിഫ്റ്റി ഇത് HDFC ബാങ്കിൻ്റെ എൻ്റെ ചാർട്ടല്ലേ. ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലുള്ളൊരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈനിൽ വരച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താ? ഒരു അപ് ട്രെൻഡിൽ നമുക്ക് നമ്മുടെ എൻട്രി മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, പിന്നീട് ആ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതാണ് ഒരു ട്രെൻഡ് ലൈൻ കൊണ്ടുള്ളൊരു ഉപകാരം. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് HDFC ബാങ്ക് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു താഴേക്ക് വന്നിട്ട് അവിടെ ഒരു കൺസോളിഡേഷനാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വോളറ്റാലിറ്റി കൊണ്ട്. അപ്പോൾ നമ്മുടെ റീസൺസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, HDFC ബാങ്കിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് വണ്ണ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ കാരണം, നമ്മുടെ ട്രേഡിൽ നിന്ന്. നമ്മൾ ഒരുപാട് ട്രേഡ് എടുത്തിട്ട് ലോസ് വരുത്തുന്നതിലല്ല കാര്യം. എടുക്കുന്ന ട്രേഡുകൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ എടുക്കുക എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 100% വിജയം ഉറപ്പുള്ള ഒറ്റ സ്ട്രാറ്റജിയുമില്ല. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം, ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു സിസ്റ്റം കറക്റ്റ് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാം എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മുടെ ഒരു റിസ്ക് റിവാർഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ എൻട്രി റൂൾസ്, എക്സിറ്റ് റൂൾസ്, ഒരുപാട് സ്ട്രാറ്റജികൾ, ഇതൊക്കെ എങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചതിന് ശേഷം ചെയ്യുക. എങ്കിലേ നമുക്ക് സക്സസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രോ ചാനലിൽ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആളുകളാണെങ്കിൽ ഓപ്ഷൻസിൻ്റെ കോഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റോക്സിൻ്റെ ഒക്കെ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. കൂടാതെ ഇതിന് വളരെ ചെറിയൊരു ഫീ ഉള്ളൂ. ആർക്കും പഠിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. കാരണം എല്ലാവർക്കും ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ. ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നല്ലൊരു ഇൻട്രാഡേ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഇൻട്രാഡേ ലൈവ് ട്രേഡും അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.